സാമൂഹിക സാംസ്കാരിക രംഗത്ത് ചുവടുറപ്പിച്ച് 4.5 പതിറ്റാണ്ടായി സേവനമനുഷ്ഠിക്കുന്ന ദീപം പള്ളുരുത്തി അസോസിയേഷന്റെ വാർഷികാഘോഷങ്ങൾ 45 ദീപങ്ങൾ തെളിയിച്ച് തുടക്കം കുറിച്ചു. പെൻഷൻ ഭവനിൽ ചേർന്ന ചടങ്ങ് എഴുത്തുകാരൻ MV ബെന്നി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സാമൂഹിക പ്രതിബദ്ധതയുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മെട്രോ 7 ന്യൂസിന്റെ കൊച്ചി റിപ്പോർട്ടറായ റിഡ്ജൻ റിബല്ലോയ്ക്ക് മികച്ച മാധ്യമ പ്രവർത്തകനുള്ള ആദരവ് ചടങ്ങിൽ വെച്ച് നൽകി. ഭാരതത്തിന്റെ 76ാമത് റിപ്പബ്ലിക് ദിനവും സാമൂഹിക സാംസ്കാരിക രംഗത്ത് ചുവടുറപ്പിച്ച് പ്രവർത്തിക്കുന്ന ദീപം പള്ളുരുത്തിയുടെ 45ാമത് വാർഷികവും ആഘോഷപരമായാണ് കൊണ്ടാടിയത്. പള്ളുരുത്തി ദീപം ജംഗ്ഷനിൽ അശോകന്റെ നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തി. അതിനുശേഷം എനിക്ക് മുന്നേ സംസാരിച്ച രണ്ടുപേരും പറഞ്ഞു, 3 വർഷത്തോളം എടുത്താണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചത്. അത് ഇന്ത്യയിലെ പ്രഗത്ഭരായ മനുഷ്യത്വം നിലനിൽക്കണം, എല്ലാ ജനവിഭാഗങ്ങളുടെയും വളർച്ചയും ഉയർച്ചയും ജീവിത വിജയവും എല്ലാം ഈ ഭരണഘടനയിലൂടെ നേടിയെടുക്കണമെന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് കൂടിയാണ് ഈ ഭരണഘടന നമ്മൾ അംഗീകരിക്കും. പി രാജേഷ് റിപ്പബ്ലിക് സന്ദേശം നൽകി. ചടങ്ങിൽ TP പീതാംബരൻ മാസ്റ്റർ ആദ്യ ദീപം തെളിയിച്ചതോടെ തുടർന്ന് യോഗത്തിൽ പങ്കെടുത്തവർ ചേർന്ന് 45 തുടർദീപങ്ങൾ തെളിയിച്ചു. പെൻഷൻ ഭവനിൽ ചേർന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എഴുത്തുകാരൻ MP ബെന്നി നിർവഹിച്ചു. ഇന്ത്യ ഒട്ടാകെയും ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്കാരുള്ളിടത്തും നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ ഇത് എങ്ങനെയുള്ള ഒരു രാജ്യമായി മാറണമെന്ന തർക്കം അന്നുണ്ടായിരുന്നു. 300 ചില്ലാനം 600 ചില്ലാനം നാട്ടുരാജ്യങ്ങളിൽ ലയിച്ചതാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ രാജഭരണം പുനഃസ്ഥാപിക്കണമോ അതല്ല ഇന്ന് നമ്മൾ കാണുന്നത് പോലത്തെ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറണമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഒരുപാട് തെളിവെടുപ്പുകളും ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ കേട്ട് അവസാനം നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഭരണഘടന അംഗീകരിക്കാനും ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ യൂണിയൻ നടപ്പാക്കാനും പ്രവർത്തിക്കാനും തീരുമാനിച്ചു. മാധ്യമ പ്രവർത്തന രംഗത്ത് സാമൂഹിക പ്രതിബദ്ധതയുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മെട്രോ 7 ന്യൂസിന്റെ കൊച്ചി റിപ്പോർട്ടർ റിഡ്ജൻ റിബല്ലോ, മറ്റു മാധ്യമ പ്രവർത്തകർ VP ശ്രീലൻ, MM സലിം എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് റിഡ്ജൻ റിബല്ലോ, VP ശ്രീലൻ, MM സലിം എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ഇന്ന് ദീപം പള്ളുരുത്തി ഇത്തരത്തില് ഒരു ആദരവ് നൽകുമ്പോൾ അതിന് ഞാൻ എത്രത്തോളം അർഹനാണ് എന്നുള്ളത് എനിക്ക് തന്നെ സംശയമാണ്. പക്ഷേ കുറഞ്ഞ കാലവ് കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ ഈ മാധ്യമ രംഗത്ത് കൊച്ചു കൊച്ചു വാർത്തകളൊക്കെ ചെയ്ത് എല്ലാവരുടെയും ശ്രദ്ധ നേടുവാൻ സാധിച്ചതിൽ സർവേശ്വരന് നന്ദി പറയുകയാണ്. എല്ലാവരും ആവശ്യപ്പെടുമ്പോൾ നിങ്ങളെല്ലാവരുടെയും ഒരു കുഞ്ഞനുജനായിട്ട് നിന്നുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും സമൂഹത്തിൽ എത്തിക്കുവാനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്നെ അതിന് പ്രാപ്തനാക്കിയത് ബഹുമാനപ്പെട്ട ശ്രീലൻ ചേട്ടനും സലീമിക്കയും ഒക്കെയുള്ള മാധ്യമ പ്രവർത്തകരുടെ ആ ഒരു സഹകരണവും പ്രോത്സാഹനവുമാണ്. സാധുക്കളായ 100 കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തു. അരി വിതരണം ജീവകാരുണ്യ പ്രവർത്തകൻ KK മുഹമ്മദ് അഷ്റഫ് നിർവഹിച്ചു. പ്രസിഡന്റ് MH കബീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൗൺസിലർ അഡ്വക്കേറ്റ് PS വിജു, മുൻ ഡെപ്യൂട്ടി മേയർ KR പ്രേമകുമാർ, ജീവകാരുണ്യ പ്രവർത്തകൻ വേണുഗോപാൽ വെമ്പിള്ളി, NV സുരേഷ് ബാബു, K സുരേഷ്, KU ഇബ്രാഹിം, TP സുധൻ, പ്രവിത അനീഷ്, മണിയപ്പൻ മാസ്റ്റർ, തോമസ് കൊറശ്ശേരി, രാജീവ് പള്ളുരുത്തി, P രാജേഷ്, KT ജെറോം, TK സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയുടെ 76ാമത്തെ റിപ്പബ്ലിക് ദിനം നാം ആഘോഷിക്കുകയാണ്. റിപ്പബ്ലിക് ദിനം ഇന്നും ഡൽഹിയിൽ പഴയ രാജപഥത്തിൽ ഇപ്പോഴത്തെ കർത്തവ്യപഥമാണ്. കർത്തവ്യപഥത്തിൽ ഗംഭീരമായ ഒരു പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരുന്നുണ്ട്, എല്ലാ ദിവസവും നടക്കാറുണ്ട്. ആ പ്രകടനത്തിൽ രാജ്യത്തിന്റെ പുരോഗതി മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ടേബിളുകളും മാർച്ച് പാസുകളെല്ലാം ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ
കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,